ലെപ്പക്കട JPM കോളേജിൽ നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂട് കൗതുകമാകുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ 12 അടി വ്യാസവും 60 അടി നീളവുമുള്ള പുൽക്കൂടാണ് നിർമ്മിച്ചിരിക്കുന്നത്. JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുൽക്കൂടാണ് കൗതുകമുണർത്തുന്നത്. ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ 12 അടി വ്യാസവും 60 അടി നീളവുമുള്ള ഗുഹാരൂപത്തിലുള്ള പുൽക്കൂട് കോളേജിലെ വിദഗ്ധ കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മിച്ചിരിക്കുന്നത്. JPM കോളേജിലെ 2ാം വർഷ MCom വിദ്യാർത്ഥിയായ നിഖിൽ റോയ്, ഷാജിൽ ഷാജി എന്നിവരാണ് ഗുഹാരൂപത്തിലുള്ള പുൽക്കൂടിന്റെ ഉൾവശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇതേ കോളേജിൽ തന്നെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ഇരുവരും കോളേജിലെ എല്ലാ ആഘോഷങ്ങളിലും വ്യത്യസ്തതകൾ കൊണ്ടുവരാനും കലാവിരുതുകൾ പ്രകടിപ്പിക്കുവാനും ശ്രദ്ധിക്കാറുണ്ട്. ക്രിസ്മസിന് വേണ്ടി എന്താണ് ഒരു വെറൈറ്റിക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ട് കൊണ്ടുവരിക എന്നുള്ള ആലോചന നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഈ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണമൊക്കെ നമുക്ക് പെട്ടെന്ന് മൈൻഡ് വന്നത്. അപ്പോൾ നമ്മൾ ഓർത്തപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ ഈ കല്ലറകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഹയ്ക്കകത്താണ് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ എന്തുകൊണ്ട് കർത്താവിൻ്റെ ജനനം കൂടെ ഗുഹയ്ക്കകത്താക്കിക്കൂടാന്നൊരു ആലോചന പെട്ടെന്ന് മൈൻഡ് വന്നു. അപ്പോൾ ആ ഐഡിയ ഞങ്ങൾ ജസ്റ്റ് മാനേജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഐഡിയ കൊള്ളാം, നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നല്ല സപ്പോർട്ടായിരുന്നു അച്ഛൻ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗുഹയുടെ ഒരു ടീമിലേക്ക് മെയിനായിട്ട് വരുന്നത്. മെയിനായിട്ട് ഞങ്ങൾ പറയുകയാണെങ്കിൽ 2 ദിവസത്തെ ഉറപ്പില്ലാതുള്ള പരിപാടികളുണ്ടാണ് തീർത്തത്. ഫുള്ള് നൈറ്റും നിന്ന് ചെയ്യുമായിരുന്നു. നൈറ്റും മഴയൊക്കെ ആയിരുന്നു. മഴയും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അപ്പം പകൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ആ സമയം നോക്കി നൈറ്റാണ് നിന്ന് കൂടുതലും ചെയ്തത്. പിന്നെ ഞങ്ങൾ 3 പേര് നിന്നാണ് ചെയ്തത്. ഒരാൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് മെയിൻ പാടെന്ന് പറഞ്ഞാൽ മഴയായിരുന്നു. ബാക്കി പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ടീച്ചേഴ്സും എല്ലാവരുടെയും സഹായത്തോടെ ഇത് ചെയ്ത് തീർക്കാൻ പറ്റി. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഗുഹിക്കാതെ വരുമ്പോഴത്തേന് നോർമലായിട്ട് ഞങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്തപ്പോൾ തന്നെ ചെറിയൊരു വെള്ളം ഇങ്ങനെ ഒഴുകുന്ന പോലെയൊക്കെ കാണാമല്ലോ. ചെറിയ ഗുഹിക്കാതെ എപ്പോഴും നനവ് കാണും. അപ്പോൾ അതൊന്ന് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ജെറുസലേം തൊട്ട് മൊത്തം പുൽക്കൂട് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ നോക്കിയത്. ജെറുസലേം നസ്രത്ത് തുടങ്ങി ലാസ്റ്റ് യേശുവിൻ്റെ ജനനം വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ വേണ്ടിയിട്ട് ശ്രമിച്ചേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. പൗരസ്ത്യ ദേശത്തു നിന്നും ബെത്ലഹേമിലേക്ക് യാത്ര തിരിച്ച രാജാക്കന്മാരും വഴികാട്ടിയായ നക്ഷത്രവും ഉണ്ണിയേശു, മേരി, ജോസഫ്, ആട്ടിടയന്മാർ തുടങ്ങിയ മാതൃകകളും മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. ഗുഹയ്ക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിന്റെയും കോട്ടമതിലിന്റെയും പതിപ്പുകൾ കാഴ്ചയുടെ വേറിട്ട അനുഭവമാണ്. ക്രിസ്മസ് ആഘോഷത്തിൽ ഇത്തരത്തിൽ വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് കോളേജ് അധികൃതരും. ഏറെ വ്യത്യസ്തതയോടെയാണ് ഈ വർഷം നമ്മുടെ JPM കോളേജിലെ ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത്. നമ്മുടെ നക്ഷത്ര ഗ്രാമം ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. മറ്റൊരു വലിയ ആകർഷണമാണ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വലിയ ഗുഹയെന്ന് പറയുന്നത്. അതിന്റെ ശില്പികളായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഷാജിനും അതുപോലെ തന്നെ നിഖിലുമാണ്. വളരെ പ്രിയപ്പെട്ട 2 വിദ്യാർത്ഥികളാണ്. നമ്മുടെ കോളേജിൽ തന്നെ ഡിഗ്രി പഠിച്ച് ഇവിടെ തന്നെ PGക്ക് വേണ്ടി വന്നവരാണ്. ഡിഗ്രി പഠിക്കുന്ന സമയം തൊട്ട് കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളിലും, പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ ക്രിയേറ്റീവായിട്ട് നിൽക്കുന്നവരാണ്. ഇതിനു മുൻപാണെങ്കിലും ഓരോ ആഘോഷങ്ങളിലും വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഇവർ തന്നെ കൊണ്ടുവന്ന ആശയങ്ങളായിരുന്നു. നമുക്കിപ്രകാരം ഒരു നല്ലൊരു ഗുഹ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ക്രിസ്മസ് പാപ്പ, നമുക്ക് 22 അടിയുള്ളൊരു ക്രിസ്മസ് പാപ്പയുണ്ട്, അതിന്റെയും ആശയം കൊണ്ടുവന്നത് ഇവർ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു ആശയത്തെ പ്രാവർത്തികമാക്കി എന്നുള്ളത്. JPM കോളേജിലെ ഇങ്ങനെ പുതിയ ആശയങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളത്, അത് വിദ്യാർത്ഥികളോട് തന്നെ നടപ്പാക്കുന്നു എന്നുള്ളത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും നന്ദി. തെളിനീർ തടാകവും ദീപാലങ്കാരങ്ങളും ഒപ്പം ഒഴുകി നടക്കുന്ന മഞ്ഞും പുൽക്കൂടിനെ കൂടുതൽ ആകർഷണീയമാക്കുകയാണ്. ഒരേ സമയം 30ഓളം ആളുകൾക്ക് പുൽക്കൂടിനുള്ളിൽ കയറി കാഴ്ചകൾ കാണാനാകും. വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർക്ക് പുറമെ പ്രദേശവാസികളും വ്യാപാരികളും ഉൾപ്പെടെ പുൽക്കൂട് കാണുവാനായി കോളേജ് അങ്കണത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഓപ്പൺ വിൻഡോ.